ഇന്നത്തെ വീഡിയോയിൽ നോർത്ത് ഇന്ത്യയിൽ വളരെ ചൂടുള്ള സ്ഥലങ്ങളിൽ ഓർക്കിഡ്സ് വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. ഞാൻ അശ്മി സുൽത്താന. വെൽക്കം ടു സുലൂസ് ഡയറീസ്. ഒരുപാട് പേര് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. നമ്മുടെ ഭയങ്കര ചൂടാണല്ലോ നോർത്ത് ഇന്ത്യയിലൊക്കെ പൊതുവേ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഓർക്കിഡ് കെയർ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അവിടെ എങ്ങനെ നമുക്ക് വളർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഫെർട്ടിലൈസേഴ്സൊക്കെ ആവശ്യമുള്ളതൊക്കെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്തുകൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ അധികം ചൂടുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ നമുക്ക് ഓർക്കിഡുകൾ വളർത്താം, ഏതൊക്കെ തരത്തിലുള്ള ഓർക്കിഡുകൾ അവിടെ അനുയോജ്യമായിരിക്കും എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഏതൊക്കെ ഓർക്കിഡുകൾ ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വളർത്താൻ നോക്കാം. ഏറ്റവും നല്ല രീതിയിൽ വളരുന്നത്, ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ വളരുന്നത് ഡെൻഡ്രോബിയം, മൊക്കാറ, കാറ്റ്ലിയ, അതുപോലെ വൺസീരിയം, ഈ വെറൈറ്റികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് താങ്ങുന്ന ഓർക്കിഡുകളാണ്. മെയിനായിട്ട് മൊക്കാറയ്ക്കും ഡെൻഡ്രോബിയത്തിനുമാണ് ഏറ്റവും കൂടുതൽ ചൂട് വേണ്ടത്. അപ്പോൾ ചൂട് കൂടുതൽ വേണ്ട പ്ലാന്റ്സ് നമ്മൾ ചൂടുള്ള സ്ഥലങ്ങളിൽ വളർത്താമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാനായിട്ടൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഡെൻഡ്രോബിയവും മൊക്കാറയും നമുക്ക് ധൈര്യമായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ വളർത്താൻ പറ്റും. പിന്നെ ഫെനലോപ്സിസ് വളർത്തണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ അതിനൊരു ക്ലൈമറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫെനലോപ്സിസിന് നല്ല തണുപ്പ് വേണ്ട പ്ലാന്റാണ്, എന്നാൽ കൂടുതൽ വെള്ളവും വേണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ളൊരു ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഫെനലോപ്സിസും സക്സസ്ഫുള്ളായിട്ട് വളർത്താൻ കഴിയും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് എടുത്തിട്ട് നോർത്ത് ഇന്ത്യയിൽ വളർത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരൊക്കെ നമുക്ക് ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന രീതികളെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ അവർ ഈ ഫെനലോപ്സിസൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തണുപ്പ് കിട്ടുകയും അത് പ്ലാന്റ് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫെനലോപ്സിസ് വളർത്തുന്നവർക്ക് വേണമെങ്കിൽ ചെറിയ മിസ്റ്റും കൂടി കൊടുക്കാം. ചെറിയ സ്പ്രിംഗ്ലർ കൊടുക്കുകയാണെങ്കിൽ അത് ഇടയ്ക്ക് വലിയ ചൂടുള്ള സമയത്ത് വേണമെങ്കിൽ സ്പ്രേ ആയിട്ട് കൊടുക്കാം. പക്ഷേ കൂമ്പ് ചീലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ചൂട് കൂടുതലുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് അസുഖങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടത് വളർത്താൻ പറ്റും. പക്ഷേ ഡ്രൈ ആവുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും മെയിനായിട്ട് കണ്ടുവരുന്നത്. പ്ലാന്റിൻ്റെ ലീഫുകൾ ചുളുങ്ങി വരിക, അതുപോലെ വേരുകൾ ഉണങ്ങി പോവുക. അപ്പോൾ ഇതിന് ഒരു 3 നേരം വെള്ളമൊക്കെ ഒഴിച്ച് നല്ലൊരു തണുപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫെനലോപ്സിസ് ഓർക്കിഡുകളും നമുക്ക് സുഖമായിട്ട് അവിടെ വളർത്താൻ പറ്റും. ഓർക്കിഡിൽ തന്നെ വരുന്ന സിംബീഡിയം വെറൈറ്റികൾക്ക് നല്ല തണുപ്പ് ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്ലാന്റുകൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഫ്ലവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ചൂടുള്ള സ്ഥലങ്ങളിൽ സിംബീഡിയം ഓർക്കിഡ് അത്ര നല്ലതായിട്ട് വളരാനായിട്ട് കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് വാട്ടർ ബോഡീസ് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ ഓർക്കിഡ്സിനും വാട്ടർ ബോഡീസ് കൊടുക്കാൻ പറ്റും. അതിപ്പോൾ പോണ്ടുകളായിട്ടും അല്ലെങ്കിൽ ബേസിനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ടാർപ്പൊക്കെ വിരിച്ച് അതിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഓർക്കിഡ്സ് അതിൻ്റെ മുകളിലായിട്ട് ഹാങ് ചെയ്തിട്ടിട്ട് വളർത്താമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു തണുപ്പ് കിട്ടുകയും മുകളിൽ നിന്ന് നല്ല വെയിലും ഒക്കെ കിട്ടുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ഗ്രോ ചെയ്യാനും വളരെ നല്ലതാണ്. UV ഷെഡിലൊക്കെ നമുക്ക് അങ്ങനെ വാട്ടർ ബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്നത് ചൂടുള്ള സ്ഥലത്ത് വളരെ നല്ലതായിരിക്കും. നമുക്ക് കേരളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ചൂടുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്ത് വേണം വളർത്താനായിട്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൽ ഞാനൊരു സെൽഫ് വാട്ടറിങ് പോട്ട് ഓർക്കിഡിന് വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കാർഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതേ രീതിയിൽ കണ്ടിട്ട് അതേ രീതിയിൽ പോട്ടിങ് ചെയ്ത് ഹാങ് ചെയ്ത് നിർത്താൽ ഈ വാട്ടർ ബോഡീസ് ഉണ്ടാക്കേണ്ടി വരുന്നില്ല. അതൊരു സെൽഫ് വാട്ടറിങ് പോട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോട്ടിൽ നമുക്ക് ധാരാളം ഓർക്കിഡ്സ് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ അത് ചൂടുള്ള ക്ലൈമറ്റിൽ ഏറ്റവും നല്ലതായിരിക്കും. റൂട്ടുകൾക്ക് നല്ല തണുപ്പ് കിട്ടാൻ ആ ഒരു പോട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് പ്ലാന്റുകൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് ഉള്ള സ്ഥലമാണെങ്കിൽ ആ ചൂടിനെ നമ്മൾ പ്ലാന്റ്സിൽ ആ ചൂട് സഹിക്കാനുള്ള കഴിവ് ആ പ്ലാന്റിന് കിട്ടണം. അപ്പോൾ നമ്മൾ പ്ലാന്റുകൾക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം ചൂട് സഹിക്കാനുള്ള. അപ്പോൾ അതിനായിട്ട് പ്ലാന്റുകളെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു 11 മണി വരെയുള്ള വെയിൽ ആദ്യം കൊടുക്കുക.
പിന്നെ വൈകിട്ടത്തെ വെയിൽ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ അതൊരു മാസത്തെ ഇടവേളയിലൊക്കെ മാറ്റി വെക്കുക. പ്ലേസ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റാമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റിന് അതിനെ അഡ്ജസ്റ്റ് ആവാൻ പറ്റും, അതായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് വളരും. അപ്പോൾ തന്നെ നമുക്ക് ഓർക്കിഡുകൾ ഓപ്പൺ സ്പേസുകളിൽ വളർത്താനായിട്ട് പറ്റും. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്തോട്ട് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഈ സ്പ്രിംഗ്ലർ പോലെയുള്ളത് ചെയ്യുക. അത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 3 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പ്ലാന്റുകളിൽ കൂമ്പിൽ വെള്ളം ഒഴിക്കാതെ റൂട്ടുകളിൽ മാത്രമായിട്ട് 3 നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഓർക്കിഡ് നല്ല രീതിയിൽ നോർത്ത് ഇന്ത്യൻസിന് വളർത്താൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഈ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഫെർട്ടിലൈസറിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ കഴിയുന്നതും രാസവളം കുറച്ചിട്ട് ജൈവവളം കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ജൈവവളം നമ്മൾ പല രീതിയിലുള്ള ജൈവവളങ്ങൾ നമ്മൾ നേരത്തെ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഫിഷ് അമിനോ, എഗ് അമിനോ, അതുപോലെ കപ്പലിൻ്റെ പിണ്ണാക്ക് പൊളിപ്പിച്ചത്, ചാണകത്തിൻ്റെ തേയില, തേങ്ങാവെള്ളം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് നോർത്ത് ഇന്ത്യൻസിന് ധൈര്യമായിട്ട് കൊടുക്കുക. അങ്ങനെ നല്ല ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് രാസവളങ്ങളോട് കൊടുക്കുക. ജൈവവളം മാത്രം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സൂക്ഷ്മ മൂലകങ്ങളുടെയോ അല്ലെങ്കിൽ പ്രാഥമിക മൂലകങ്ങളുടെ കുറവ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പ്ലാന്റിന് നല്ല ഹെൽത്ത് കിട്ടാനായിട്ട് ഒരു ഇടവേളയായിട്ട് ഇപ്പോൾ ഈ ആഴ്ച ജൈവവളമാണെങ്കിൽ അടുത്ത ആഴ്ച രാസവളം കൊടുക്കാം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടം രാസവളം കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ട് പ്ലാന്റിൽ ഫെർട്ടിലൈസ് ചെയ്യുക. വാട്ടറിങ്ങിൻ്റെ കാര്യം ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ലൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് ആ പ്ലാന്റിനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ നോർത്ത് ഇന്ത്യയിൽ ചൂടുള്ള സ്ഥലമാണെങ്കിൽ നല്ല രീതിയിൽ വളർത്താൻ പറ്റും. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 3-4 നില കെട്ടിടത്തിന് മുകളിലൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഷെയ്ഡ് നെറ്റ് കൊടുക്കുമ്പോൾ ഷെയ്ഡ് നെറ്റാണ് കൊടുക്കുന്നതെങ്കിൽ 2 ലെയർ ചിലപ്പോൾ ഷെയ്ഡ് നെറ്റ് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ ലീഫിലുണ്ടാകുന്ന പൊള്ളലൊക്കെ അനുസരിച്ചിട്ട് ഷെയ്ഡ് നെറ്റിൻ്റെ ഒന്നെങ്കിൽ പെർസെൻറ്റേജ് കൂടുക, ഷെയ്ഡ് നെറ്റിൻ്റെ പെർസെൻറ്റേജ് കൂട്ടിയെടുക്കുക, അല്ലെങ്കിൽ 2 നെറ്റ് കെട്ടി കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ഓർക്കിഡ്സ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.